ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തൊഴിലവസരത്തെ പറ്റി സംസാരിക്കാനാണ്. സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ് അവസരം. അപ്പം എന്തൊക്കെയാണ് വേക്കൻസി എന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു ശമ്പള സ്കെയിലുള്ള പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ. ഒന്നാമത് സയന്റിസ്റ്റ് ബി ഗ്രേഡ്. ഇതിൽ 13 വേക്കൻസിയാണ് ഉള്ളത്. 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് 2 വേക്കൻസി ഉണ്ട്. 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. സീനിയർ ടെക്നീഷ്യൻ 6 വേക്കൻസി, അതും 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് 2 2 വേക്കൻസിയാണ് ഉള്ളത്. 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ ടെക്നീഷ്യൻ 2 വേക്കൻസിയാണ് ഉള്ളത്. 18നും 25നും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് 7 വേക്കൻസി ഉണ്ട്. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. LD ക്ലർക്ക് 13 വേക്കൻസിയാണ് ഉള്ളത്. 18 മുതൽ 25 വയസ്സ് വരെ. MTS അറ്റൻഡന്റ് 3 വേക്കൻസിയാണുള്ളത്. 18 മുതൽ 25 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. അപ്പം www.cpcb.nic.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ലിങ്ക് അവിടെയുണ്ട്. അപ്പോൾ 5-ാം തീയതി മുതൽ, ഈ മാസം 5-ാം തീയതി മുതലാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ തുടങ്ങിയത്. 25-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനി ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ സയന്റിഫിക് ഗ്രേഡ് ബി, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. എഞ്ചിനീയറിംഗ് ഡിഗ്രി, സിവിൽ, കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ ഇതിന് ഒരു പ്രിഫറൻഷ്യൽ ഡിഗ്രിയും കൂടെ പറയുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബാർ ടെക്നോളജി ആണ്. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിന് ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണം. ഡിഗ്രി ഇൻ സയൻസ്, എനി ഡിഗ്രി ഇൻ സയൻസ്. ഓക്കെ. സീനിയർ ടെക്നീഷ്യൻ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ. 1 വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 12th പാസ് മതി. പിന്നെ should possess a speed of not less than 8000 key depressions per hour for data entry work. ടൈപ്പിംഗ് സ്പീഡും കൂടി വേണം. ജൂനിയർ ടെക്നീഷ്യന് 10th പാസ് ആണ്. പിന്നെ ITI സർട്ടിഫിക്കറ്റ് വേണം. മെക്കാനിക്കൽ ട്രേഡിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണം. ഈ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് 12ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. പിന്നെ ഡിസൈറബിൾ ഡിഗ്രിയും കൂടെ വേണം. എനി ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എല്ലാവരും പറ്റുന്നവരൊക്കെ അപേക്ഷിക്കുക. LD ക്ലർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. പിന്നെ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 30 WPM ഇൻ ഇംഗ്ലീഷ് ഓർ 25 WPM ഇൻ ഹിന്ദി. അറ്റൻഡന്റ് MDSന്റെ ക്വാളിഫിക്കേഷൻ 8th പാസ് ആണ്, അല്ലെങ്കിൽ 10th പാസ്. പിന്നെ ട്രെയിനിങ് ഇൻ ബേസിക് ആൻഡ് റിഫ്രഷർ കോഴ്സ് ഇൻ ഹോം ഗാർഡ്സ് ആൻഡ് സിവിൽ ഡിഫൻസ്. ഇതാണ് അവിടുത്തെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പറ്റുന്നവരെല്ലാവരും അപേക്ഷിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക, 25-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അപേക്ഷിക്കുക. കൂടുതൽ തൊഴിലവസരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്